സത്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 100 തവണ കേട്ടിട്ടുണ്ടോ, നീ ആദ്യം കോളേജിൽ പോകും, എന്നിട്ട് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങും, അതിനുശേഷം നോക്കാം ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിത്തത്തിന് ശേഷം നോക്കാനാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ വീട്ടുകാരാവാം, നാട്ടുകാരാവാം, കൂട്ടുകാരാവാം, അങ്ങനെ പലരും ആവാം. അപ്പോൾ ഇതിലേക്ക് ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജ് ഡിഗ്രിയുടെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഈ അഭിപ്രായത്തോട് ഞാൻ പ്രതികരിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ബിസിനസ് മലയാളി. നമ്മുടെ കോളേജുകളിലൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ സ്ലോ ആണ്. അതായത് ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നത് ഏകദേശം ഒരു 10 കൊല്ലം മുന്നുള്ള സിലബസ് അല്ലെങ്കിൽ 10 കൊല്ലം മുന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ടെക്നിക്സ്, അതുപോലെ മാർക്കറ്റിങ്ങിൻ്റെ മെത്തേഡുകൾ, സ്ട്രാറ്റജി ചേഞ്ചസ്, ഇതൊന്നും ഇപ്പോഴും നമ്മുടെ അക്കാഡമികളിൽ പഠിപ്പിക്കുന്നില്ല. സോ നന്നായി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് മുന്നേറുമ്പോൾ നമുക്ക് വേണ്ടത് പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമെടുക്കലും പെട്ടെന്ന് റിസൾട്ട് വരുന്നതും അതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പോലെയല്ല, റിയൽ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് ആക്ഷനാണ്. തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ബിസിനസ്സുകളിൽ വേണ്ടത്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ എവിടുന്ന് പഠിക്കുന്നത്? നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് കൂടെ ഫ്രീ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോ പോലും നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം മാത്രമാണ്. നിങ്ങൾക്ക് കോഡിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ സെയിൽസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ഇവിടെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ഇവിടെ പഠിച്ചാൽ മതി. പക്ഷേ കോളേജുകളുടെ അവസ്ഥ അങ്ങനെയാണോ? അല്ല. നമ്മൾ പറഞ്ഞതുപോലെ യൂട്യൂബ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, യൂട്യൂബിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ, ഇതൊക്കെ നമുക്ക് വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. അതെന്താണെന്നത് അപ്ഡേറ്റഡ് ആണ്. അതായത് ഇന്നത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സമകാലിക വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കറൻറ്റിലുള്ള സിറ്റുവേഷൻ നമുക്കൊരു കേസ് സ്റ്റഡി ആക്കിയിട്ട് എടുക്കാൻ കഴിയും. വീഡിയോകളിലും ബ്ലോഗുകളിലൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോകളിലും ബ്ലോഗുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു മാസം ഏകദേശം 10 ലക്ഷം രൂപ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പഠിച്ചത് കോളേജുകളിൽ നിന്നുള്ള പഠനം കൊണ്ടല്ല, ഈ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിച്ചിട്ട് ഒരുപാട് പണം ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾ. നമ്മുടെ ആപ്പിളിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സ്റ്റീവ് ജോബ്സ്, അതുപോലെ തന്നെ മാർക്ക് സക്കർബർഗ്, ഇവരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അതായത് കോളേജിൽ നിർത്തിയവരാണ്. നമ്മൾ എൻ്റെ അഭിമാനത്തിലുള്ള ഓയോ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള റിതേഷ് അഗർവാളും കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. ഇവരൊന്നും ഒരുപാട് കാലം കോളേജിൽ പോയിട്ട് സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. പകരം ഇവരെത്രയും പെട്ടെന്ന് തന്നെ അവരുടെ സ്വപ്നങ്ങൾ ചേസ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു കോളേജ് കാലഘട്ടം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ 3, 4, 5, 6 വർഷം എടുക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഇത്ര വർഷം എടുക്കില്ല. അത് മാത്രമല്ല, കോളേജിൽ നമുക്ക് തിയറിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കിട്ടുക. പക്ഷെ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് റിയൽ വേൾഡിൽ നിന്ന് എക്സ്പീരിയൻസസ് ഒരുപാട് കിട്ടും. ഞാനീ പറഞ്ഞ സംരംഭകരൊക്കെ, ഞാനീ പറഞ്ഞവരൊക്കെ ആക്ഷനിലൂടെ ലേൺ ചെയ്യാമെന്ന് വിശ്വസിച്ചവരാണ്. അവരുടെ വിശ്വാസം അവർ സത്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് എന്നത്, അതായത് സ്വയം സംരംഭകത്വം എന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ്, മാർക്ക് സ്കോർ ചെയ്യലല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ സക്സസ് ആയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ ഡിഗ്രിയുടെ കാര്യങ്ങൾ ചോദിക്കില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ആവശ്യമില്ല. പകരം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ ബിസിനസ് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് സെല് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കരകയറിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്താണുള്ളത്. ഇതൊക്കെയാണ് ഒരു സക്സസ് ആയിട്ടുള്ള ആളോട് ചോദിക്കാൻ സാധ്യത. നിങ്ങളുടെ ജീവിതയാത്ര, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര, ഇതിന് കോളേജിലേക്ക് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ വരും. ഇപ്പോഴും നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും 3 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടും എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത, അല്ലെങ്കിൽ പഠിക്കുമ്പോഴും ഇതിന് ശേഷം എന്നൊരു ചോദ്യമില്ലാത്ത ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫെയിൽ ആവും, ചിലപ്പോൾ സക്സസ് ആവും. പക്ഷേ ജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 10 ഇരട്ടി അറിവാണ്. ഏത് സിലബസിന് തന്നെക്കാളും മേലെ 10 ഇരട്ടി അറിവുകൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ ഞാനീ പറയുന്നത് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ കിടന്ന ആളുകളെ പറ്റിയാണ്. പകരം പഠിച്ച് നല്ലൊരു ജോലി നേടണം, എന്നിട്ട് ജീവിക്കണം, ഇങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി ആളുകൾക്ക് ഞാൻ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാൻ കോളേജ് ഡിഗ്രിയുടെ ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ്. അതുകൊണ്ട് തന്നെ കോളേജിലൂടെ കിട്ടുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നെറ്റ്വർക്കിംഗ്. കോളേജിലൂടെ നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ്. പല ആളുകൾക്കും അവരുടെ ലൈഫ് പാർട്ട്നേഴ്സിനെ കിട്ടുന്നത് കോളേജുകളിൽ നിന്നാണ്. ചില ആളുകൾക്ക് അവരുടെ ലൈഫിലേക്കുള്ള നല്ല മെൻറ്റേഴ്സിനെ കിട്ടുന്നത് കോളേജുകളിൽ നിന്നാണ്. ഇതിനൊക്കെ പുറമെ പല ആളുകൾക്കും, അതായത് പല സക്സസ്ഫുൾ ഓണ്ടർപ്രനേഴ്സിനും അവർക്കുള്ള കോഫൗണ്ടർ കിട്ടുന്നത് കോളേജിൽ നിന്നാണ്, അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത് കോളേജിൽ നിന്നാണ്. സ്റ്റുഡൻസിനുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ബിസിനസ് ഐഡിയ, സ്റ്റാർട്ടപ്പ് ഐഡിയ, ഇതിനൊക്കെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻക്യുബേറ്റേഴ്സ്. കോളേജ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിയമപരമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ പരമായിട്ട്, അതല്ലെങ്കിൽ എൻജിനീയറിംഗ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോളേജ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതായത് അവർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമുള്ളൂ അവർക്ക് സംരംഭം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കോളേജ് കൊണ്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നിർബന്ധമല്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫാക്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രനേഴ്സ് വരെ അവരുടെ ലൈഫിൽ അതല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോസുകളൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് ആണ്. നിങ്ങൾ ബ്രാൻഡിങ്ങിനെ പറ്റിയും മാർക്കറ്റിനെ പറ്റിയും ഫൈനാൻസിനെ പറ്റിയും മൈൻഡ് സെറ്റിനെ പറ്റിയൊക്കെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാളും എത്രയോ വലുതാണ്. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് MBAയിൽ പഠിക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും ലൈഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നല്ല മെൻറ്റേഴ്സിനെ കണ്ടെത്തുക. നിങ്ങളുടെ ലൈഫിലൂടെ ഏത് ഭാഗത്തു കൂടെയാണ് അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്ന നല്ലൊരു മെൻറ്ററെ കണ്ടെത്തുക. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഡിഗ്രി നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോളേജിലേക്ക് പോകാം. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആക്ഷൻസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. പകരം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ രക്ഷപ്പെടും, അതല്ലെങ്കിൽ എൻ്റെ ഗ്രാജുവേഷൻ കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. നിങ്ങളുടെ കോളേജിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ വർക്ക് എത്തിക്സ്, ഒന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഒന്ന് നിങ്ങളുടെ അഡാപ്റ്റബിലിറ്റി. ഇതിനൊക്കെ പുറമെ ഇതുപോലെ വളരണമെന്ന് എത്രത്തോളം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നതിനനുസരിച്ചും കൂടി ഇരിക്കും. എൻ്റെ ഒപ്പീനിയൻസ് കേട്ടതിന് ശേഷം എനിക്ക് എന്താണ് തോന്നുന്നത്? ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രനർ ആവണമെന്നുണ്ടെങ്കിൽ കോളേജ് ഡിഗ്രി ആവശ്യമുണ്ടോ? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. See you on the next video. Bye.